തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ്. ഇന്ന് രാവിലെ 10:15 തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയടുപ്പിൽ പകരുന്നതോടുകൂടി പൊങ്കാല വഴിപാടിന് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30 പൊങ്കാല നിവേദ്യം. ക്ഷേത്രത്തിൽ നിന്ന് പൊങ്കാലയുടെ വിശേഷങ്ങളുമായി MK വിനോദ് കുമാർ ചേരുകയാണ്. വിനോദ്, ചരിത്രപ്രസിദ്ധമായ പൊങ്കാലയാണ് ഇന്ന്. എങ്ങനെയാണ് രാവിലത്തെ അവിടുത്തെ കാഴ്ചകൾ? തീർച്ചയായും രാഖി, ഗൗതം, നമുക്കറിയാം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. നൂറുകണക്കിന് ആളുകളാണ് പുലർച്ചെ മുതൽ ഈ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ശബരിമല എന്ന് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുമെങ്കിൽ ഒരുപക്ഷെ ഈ ദിവസവും അങ്ങനെ നമുക്ക് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. സ്ത്രീജനങ്ങളുടെ വലിയ പങ്കാളിത്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ പുലർച്ചെ മുതൽ തന്നെ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരം തന്നെയാണ് പൊങ്കാല എന്ന് പറയുന്നത്. ആ പച്ചപ്പന്തലിൽ കുടിയിരുന്ന ഭഗവതിയെ നാട്ടിലുള്ള ഭക്തജനങ്ങൾ പൊങ്കാല നേദിച്ച് ഭഗവതിക്ക് വഴിപാട് അർപ്പിച്ച ഒരു വിശ്വാസ പ്രമാണമാണ് ഉള്ളത്. ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ വഴിപാട് നടക്കുന്നു. അത് മകം നാളിലാണ് നടക്കുന്നത്. മകം നാളിൽ നടക്കുന്ന ആ പൊങ്കാല അർപ്പിക്കാൻ നിരവധി ആളുകൾ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭഗവതി കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ സങ്കേതങ്ങളിലെല്ലാം അടുപ്പുകൾ ഒരുക്കി രാവിലെ മുതൽ തന്നെ ഭക്തർ കാത്തിരിക്കുകയാണ്. നമുക്കറിയാം കടുത്ത വേനൽ അനുഭവപ്പെടുന്ന പശ്ചാത്തലമാണ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചാണ് ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നത്. നേരത്തെ രാഖി പറഞ്ഞതുപോലെ തന്നെ രാവിലെ 10:15 തന്നെ പ്രധാനപ്പെട്ട തന്ത്രി നാരായണൻ അനുജൻ പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ ഭട്ടതിരിപ്പാട് പണ്ടാരയടുപ്പിലേക്ക് ഭദ്രദീപം പകരുന്നതോടെ പൊങ്കാല നേദ്യത്തിന് തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം 2:30 പൊങ്കാല സമർപ്പണം നടക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ ദേവിയെ തൊഴാൻ വേണ്ടിയിട്ടും ഈ അവസരത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഭക്തജനങ്ങളോട് തന്നെ ചോദിക്കാം. എല്ലാ വർഷവും ഇവിടെ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും ഇവിടെ വരുന്ന ആളാണോ? എല്ലാ വർഷവും വരും. ഉണ്ട്. അന്നേരം ഒരു ശക്തി കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഒരു രോഗിയാണ്. ഞാൻ ഇന്ന് തൊഴാൻ തന്നെ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഇന്നാണ് വന്നത്. അന്നേരം ഒരു അനുഗ്രഹം കൊണ്ടാണ് തൊഴാൻ തന്നെ എനിക്ക് പറ്റിയത്. അല്ല ഞാൻ ആദ്യമായിട്ടാണ് വന്നത്. പൊങ്കാല അർപ്പിക്കാനായി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നമ്മൾ കാണുന്നത്. ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ ക്ഷേത്ര ദർശനം ഒന്ന് നിയന്ത്രിച്ചിട്ടുണ്ട്. ഭഗവതിയെ കണ്ടു തൊഴുതും അതുപോലെ തന്നെ ഭഗവതിക്ക് വഴിപാട് അർപ്പിച്ചും വർഷത്തിലൊരിക്കൽ നടത്തുന്ന ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ പൊങ്കാല അർപ്പിക്കാൻ ഓരോ വർഷവും നൂറുകണക്കിന് ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടെങ്കിലും കടുത്ത വേനലാണെങ്കിലും ആ വെയിലിനെയൊക്കെ അവഗണിച്ച് ഭഗവതിക്ക് പൊങ്കാല അർപ്പിച്ച് ഒരു വർഷത്തെ പ്രാർത്ഥനാ പുണ്യം ഇവിടെ നിന്നും വാങ്ങിക്കൊണ്ട് പോകാനാണ് ആളുകൾ, ഭക്തജനങ്ങൾ, സ്ത്രീജനങ്ങൾ ഒക്കെ തന്നെ മണിക്കൂറുകൾ കാത്തും ഈ ക്ഷേത്ര സങ്കേതത്തിൽ ഉള്ളത്. രാഖി, ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള തിരക്ക് ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാകും. ഗൗതം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, വിനോദ് സൂചിപ്പിച്ചതുപോലെ ആറ്റുകാലിന് സമാനമാണ് കരിക്കകത്തെയും സ്ഥിതി. അതായത് ദേവിയുടെ ക്ഷേത്ര മുറ്റം മാത്രമല്ല ദേവിയുടെ മുറ്റമായി ഇന്ന് മാറുന്നത്, അല്ലേ? ക്ഷേത്ര പരിസരത്തുള്ള ഓരോ വീടുകളും ദേവിയുടെ മുറ്റമായി മാറുന്ന, ക്ഷേത്രാങ്കണമായി മാറുന്ന ഒരു സ്ഥിതി, അല്ലേ വിനോദ്? കാരണം ഓരോരുത്തരും അവരുടെ വീടുകൾ തുറന്നിട്ട് കൊടുക്കുന്നു. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനായി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഭക്തർ സംസ്ഥാനത്തിന്റെ പല കോണുകളിൽ നിന്ന് അവരുടെ തിരുവനന്തപുരത്തെ വീടുകളിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചയൊക്കെ അവിടെ ഇല്ലേ?
തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഈ ക്ഷേത്രവുമായി ക്ഷേത്രത്തിലേക്കുള്ള വഴികളിലുള്ള വീടുകളെല്ലാം തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പൊങ്കാല വരുമ്പോൾ തന്നെ 1 വർഷം മുമ്പ് തന്നെ പൊങ്കാലയ്ക്ക് വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ രാഖി പറഞ്ഞ പോലെ തന്നെ പരിചയമില്ലാത്ത ആളുകൾ ക്ഷേത്രത്തിലേക്ക് വന്നാലും അവർക്ക് ആവശ്യമായ അടുപ്പ് കത്തിക്കാനുള്ള വിറകുകൾ, അതിനാവശ്യമായ മൺകലങ്ങൾ ഒക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടുകളെല്ലാം ഒരുക്കി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല, കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ നാടും ഈ നഗരവും ഈ പ്രദേശവുമെല്ലാം, ഈ ഗ്രാമപ്രദേശവുമെല്ലാം ഭഗവതിയുടെ ഈ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ കരിക്കകം ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എല്ലാവരും ഭഗവതിയെ ഒരേ മനസ്സോടെ, അതിൽ വർഗ വ്യത്യാസമൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഭഗവതിയുടെ വഴിപാടിൽ ഒന്നായി ഒരേ മനസ്സോടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഭക്തജനങ്ങളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലെ സൗകര്യങ്ങളും ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നു. ഭക്തജനങ്ങൾക്കൊക്കെ അന്നദാനം വഴിപാടുണ്ട്. ഭക്തജനങ്ങൾക്ക് ദാഹജലം നൽകാനായി പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അങ്ങനെ ഭക്തജനങ്ങളുടെ പ്രത്യേക സംഘങ്ങൾ തന്നെ ഭക്തരെ സഹായിക്കാനായി, സ്ത്രീജനങ്ങളെ സഹായിക്കാനായി, അമ്മമാരെ സഹായിക്കാനായി ഒക്കെ ക്ഷേത്ര സങ്കേതത്തിൽ അങ്ങനെ അവർ കാത്തു നിൽക്കുകയാണ്. ഈ വഴിപാടിന് എന്തെല്ലാം ചെയ്തു നൽകാനാകുമോ അതൊക്കെ ചെയ്തു നൽകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഈ സമൂഹവും നാടും എല്ലാം ഉള്ളത്. നമുക്കറിയാം, തിരുവനന്തപുരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരുപക്ഷെ ആറ്റുകാൽ പൊങ്കാലയാണ് അതൊക്കെ ഈ നാട്ടുകാരെ പഠിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്ന ആളുകളെ ഇരു കൈയും സ്വീകരിച്ച്, ഇരു കൈയും നീട്ടി അവർ ആരാണെന്ന് പോലും അറിയാതെ അവരെ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം, ആ ഒരു രീതി, ആ ഒരു സ്വഭാവ വിശേഷം ഒക്കെ തിരുവനന്തപുരംകാർക്ക് കൈവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് ഈ കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ അറിയാം. കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നീട് ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ഭക്തർ വഴിപാട് നടത്തുന്ന, ദർശനം നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഈ പൊങ്കാല അർപ്പിക്കാനായി വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പോടുകൂടി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന പതിവുണ്ട്. ഇത്തവണയും അത് തെറ്റിച്ചിട്ടില്ല. നൂറുകണക്കിന് ഭക്തരാണ്. ഈ നമ്മൾ കാണുന്നതിനുമൊക്കെ അപ്പുറത്താണ്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിലെല്ലാം എവിടെയെല്ലാം പൊങ്കാല അർപ്പിക്കാൻ സൗകര്യമുണ്ടോ അവിടെങ്ങളിലെല്ലാം ഭക്തർ പൊങ്കാല അർപ്പിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പണ്ടാരയടുപ്പ് രാവിലെ 10:15 പണ്ടാരയടുപ്പിലേക്ക് ദീപം പകരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം ക്ഷേത്രത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ആൽവിളക്കിന് തൊട്ടടുത്തായി പണ്ടാരയടുപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. രാവിലെ 10:15 തന്നെ പുലിയന്നൂർ നാരായണ ഭട്ടതിരിപ്പാട് പണ്ടാരയടുപ്പിലേക്ക് ദീപം പകരും. പിന്നീട് ഈ ക്ഷേത്ര സങ്കേതത്തിലും കിലോമീറ്ററുകളും നീളത്തിലുള്ള പൊങ്കാലയടുപ്പുകളിൽ ഭക്തർ പൊങ്കാലയടുപ്പുകളിലേക്ക് ദീപം പകരും. ഉച്ചയ്ക്ക് ശേഷം 2:30 പൊങ്കാല നേദ്യം നടക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ വൈകിട്ട് ഗുരുസിയോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുന്നത്. ഇതൊക്കെ വീക്ഷിക്കാനായി നിരവധി ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിരവധി ഭക്തജനങ്ങൾ തൊഴുന്നതിന് വേണ്ടി, ദർശനം നടത്തുന്നതിനായി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭക്തിസാന്ദ്രമാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രം. രാഖി, ഗൗതം. പാർവതി പുത്തനാറിന്റെ തീരത്താണ് കരിക്കകം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഗൗതം, ചാമുണ്ഡി ദേവിയാണ് 3 ശ്രീകോവിലും കുടികൊള്ളുന്നത്. അതായത് 3 ഭാവങ്ങളിലാണ് ദേവി എന്നുള്ളതാണ്. അലങ്കാര മണ്ഡപത്തിന്റെ സൗമ്യ ഗാംഭീര്യവും ക്ഷേത്രപൊലിമ വിളിച്ചറിയിക്കുന്ന മുത്തശ്ശിമാവിന്റെ സാന്നിധ്യവും ദിവ്യാനുഭൂതി തന്നെയാണ്. അത് നമുക്ക് ആ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. നമുക്കറിയാം, ഇന്ന് ആ ക്ഷേത്രം പുഷ്പങ്ങളാൽ അലങ്കൃതമാണ്. അവിടെ ഒരു പൂഴി വാരിയിടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വിനോദ്. അവരുടെ 1 വർഷം നീണ്ട കാത്തിരിപ്പിനാണിന്ന് വിരാമമാകുന്നത്. പിന്നീട് 1 വർഷത്തേക്കുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ്. അതായത് 1 വർഷത്തെ കാത്തിരിപ്പ് ഇന്ന് സഫലമാകുമ്പോൾ അവരുടെ കുടുംബത്തേക്ക് വേണ്ടിയുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും കരിക്കകത്തമ്മ പ്രദാനം ചെയ്യുന്നുവെന്ന് അവർ കരുതുന്നു. അവിടെ അമ്മേ ദേവി ശരണമന്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ ഇനി 10:15 പണ്ടാരയടുപ്പിൽ
തീ പകരുക ആ സമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് മാത്രമാണ്. അവർ കഴിഞ്ഞ 7 ദിവസമായി വ്രതം നോറ്റ് കാത്തിരിക്കുകയായിരുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാനായി. വർഷവും പൊങ്കാല അർപ്പിക്കാനായി 1 വർഷത്തെ കാത്തിരിപ്പാണ് ഉള്ളത്. ഭഗവതിയെ ഒന്ന് കണ്ട് തൊഴുത് അവരുടെ വഴിപാട് സമർപ്പിക്കുന്നതിനായി നിരവധി ഭക്തർ ഇവിടെ കാത്തു നിൽക്കുന്നതായി കാണാം. അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നത് തന്നെ ഭഗവതിയെ ഒരു നേരം ഒന്ന് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലാ വർഷവും വരുന്നതാണോ അമ്മ? എല്ലാ വർഷവും കഴിഞ്ഞ വർഷം വന്നില്ല, അതിന് മുന്നേ 2 വർഷം വന്നായിരുന്നു. വളരെ പ്രസിദ്ധമാണ്. ഇവിടെ വന്ന് പൊങ്കാലയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ വന്ന് പൊങ്കാലയിടുന്നത്. അമ്മ എത്ര വർഷമായി ഇവിടെ പൊങ്കാലയിടുന്നു? ഞാനിതിപ്പോൾ 3ാമത്തെ പ്രാവശ്യം. പ്രാർത്ഥനയൊക്കെ ഭഗവതി കേൾക്കുന്നുണ്ട്? വരുന്നു. ഞാൻ തിരുവല്ലം. അമ്മ എവിടെ നിന്ന് വരുന്നു? ചെല്ലമംഗലം. ഇന്ന് ഈ പൊങ്കാലയാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇപ്പം തൊഴുവാൻ വന്ന ഞാനാണ്. എല്ലാ വർഷം പൊങ്കാലയ്ക്ക് വരും. ഇവിടെ വരുന്നതാണോ? എല്ലാ വർഷവും വരും. ഭഗവതിയെ പറ്റി പറയാനുള്ളത്? ഭഗവതി വിളി കേൾക്കുന്ന ഭഗവതിയാണ്. എല്ലാ വർഷവും വരുന്നുണ്ട്. ഭഗവതിയുടെ കൃപാകടാക്ഷം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ വരാൻ പറ്റുന്നുണ്ട്. പൊങ്കാല സമർപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോ ഭക്തർക്കും അവരുടേതായ വിശ്വാസവും ഒക്കെയാണ് അവർ ഈ ഭഗവതിക്ക് പൊങ്കാല അർപ്പിക്കുന്നത്. കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിച്ച ഭഗവതിയോടൊരു കാര്യം പ്രാർത്ഥനാപൂർവ്വം ആവശ്യപ്പെട്ടാൽ അക്കാര്യം നടക്കുമെന്നുള്ള വളരെ അച്ചട്ടായ കാര്യങ്ങളാണ് ഭക്തർ ഓരോരുത്തരും സാക്ഷ്യപ്പെടുത്തുന്നത്. അത്തരത്തിൽ അത്ര തീവ്രമായ ഭക്തിയും വിശ്വാസവും ഒക്കെ തന്നെയാണ് കരിക്കകം ചാമുണ്ടേശ്വരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വർഷവും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ 100 കണക്കിന് ഭക്തർ എത്തുന്നു. അതിൻ്റെ എണ്ണം ഉള്ള സൗകര്യങ്ങളും ക്ഷേത്ര സങ്കേതത്തിലും അല്ലെങ്കിൽ ക്ഷേത്ര പരിസരങ്ങളിലും ഈ ക്ഷേത്ര കമ്മിറ്റി മാത്രമല്ല, അവിടുത്തെ ഭക്തജനങ്ങൾ, അവിടുത്തെ ഭരണ നേതൃത്വം, പോലീസ്, കോർപ്പറേഷൻ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി നൽകിയിട്ടുണ്ട്. ശരി വിനോദ്, എന്തായാലും ചരിത്ര പ്രസിദ്ധമായ തിരുവനന്തപുരം കരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാലയാണ് ഇന്ന് 10:15 പണ്ടാരയെടുപ്പിൽ തീ പകരുക. തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടാണ് ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാരയെടുപ്പിൽ പകരുക. ഇതോടുകൂടിയാണ് പൊങ്കാല വഴിപാടിന് തുടക്കമാവുക.